ശ്രീ സജിമോൻ ആന്റണിയിലേക്കാണ്. സജിമോൻ ആന്റണി, ഈ നാഷണൽ ഗാർഡ്സിനെ അടക്കം വിന്യസിക്കേണ്ട തരത്തിലുള്ള അത്രമേൽ വലിയ പ്രതിഷേധം ആണോ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ അടക്കം നടക്കുന്നത്? അഭിലാഷ്, ഇത് ആൻസർ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു പ്രതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ആകെ കത്തിയമരുന്നു, അല്ലെ ലോസ് ആഞ്ചലസ് കാലിഫോർണിയ മൊത്തം കത്തിയമരുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്. സമരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. പ്രൊട്ടസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. അതൊരു വലിയ അൺകൺട്രോൾഡ് കലാപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നോ. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റും ഫെഡറൽ ഗവൺമെന്റുമായിട്ട് എപ്പോഴും ഒരു മസിൽ പവർ, ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു മസിൽ പുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടക്കാറുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അത് ഫെഡറലിന്റെ പലപ്പോഴും ഒരു എൻക്രോച്ച്മെന്റ് സ്റ്റേറ്റ് ലിബർട്ടിയിലേക്ക് കടന്നു കാണുന്ന ഒരു പ്രതിഭാസം നമ്മൾ പല ഏരിയയിലും കാണുന്നുണ്ട്. അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളൂടെയാണ് കാലിഫോർണിയയിൽ ഇപ്പൊ നടക്കുന്നത്. രണ്ടാമത്തേത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ എല്ലാവരും വളരെ ഹോട്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ ചാനലുകളും അമേരിക്കയും ലോകവും മുഴുവനും ട്രംപ് വേഴ്സസ് മസ്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു ഫൈറ്റിനകത്ത് രണ്ടുപേരും ഒരു ഹെവി ഫൈറ്റേഴ്സ് ആണ്. രണ്ടുപേർക്കും പരിക്ക് പറ്റി നമ്മൾ കണ്ടു. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ മാറാനായിട്ട് ഇതിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതിയും കൂടെ ഇവിടെ വരുന്നുണ്ട്. മൂന്നാമത്തേത്, ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ 4 പോളിസികൾ, ഫോറിൻ പോളിസികൾ, ടാരിഫ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇമിഗ്രേഷൻ പോളിസികൾ, ഈ 3 പോളിസിക്കകത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് സ്കോർ ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇമിഗ്രേഷൻ വിഷയം. ഇമിഗ്രേഷന്റെ ആ സബ്ജക്റ്റിനകത്ത് ഓൾമോസ്റ്റ് മജോറിറ്റി ഓഫ് അമേരിക്കൻസ് ട്രംപിനോട് എഗ്രി ചെയ്യുന്നു. നമുക്കൊരു ബോർഡർലെസ് കൺട്രി ആകാൻ പറ്റത്തില്ല, ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ നിന്ന് തിരിച്ചുവിടണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ട്രംപിന് വളരെയധികം ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. എന്നാൽ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ട്രംപിന്റെ അനുകൂലികൾ പോലും അദ്ദേഹത്തോട് പ്രതികൂലിക്കുന്നുണ്ട് എന്നുള്ളതും കാണാം. അപ്പം ട്രംപ് ഇമിഗ്രേഷന്റെ പോളിസിയുടെ കാര്യത്തിൽ വളരെ ഒരു സ്ട്രോങ് പോസ്റ്റർ കാണിക്കുകയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ. അപ്പൊ എനിക്ക് പറയാം, ഇതിനോട് സബ്സ്റ്റാൻഷിയേറ്റ് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ലോക്കൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഫെഡറൽ ഉണ്ട്. അപ്പൊ ഈ 3-നകത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സാധാരണഗതിയിൽ അത് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് പോലീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയാണെങ്കിലാണ് ഗവർണേഴ്സ് റിക്വസ്റ്റ് ചെയ്ത് നാഷണൽ ഗാർഡിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിലൂടെ വരുന്നത്. ഇപ്പൊ കാലിഫോർണിയ സ്പെസിഫിക് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് നാഷണൽ ഗാർഡ് ഇറങ്ങിയ സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ 60s 70s സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സിലായിരുന്നു, അല്ലെങ്കിൽ ലേറ്റ് 90s ഈ ഒരു നാഷണൽ ഗാർഡ് വന്ന് ഡിപ്ലോയ്മെന്റ് ചെയ്തു കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നത്. അവിടെ അക്രമങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആൻസർ യെസ് ആണ്. ഏകദേശം 121 പേരെ അറസ്റ്റ് ചെയ്തു, 2-3 കാർ കത്തിച്ചു കളഞ്ഞു. അത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് സെൽഫ് ഡ്രൈവിംഗ് കാറുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. 3 തൊട്ട് 5 വരെ പോലീസുകാർക്ക് പരിക്കേറ്റതായിട്ടുമാണ് ഞങ്ങൾക്കുള്ള ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഏതായാലും ഇതിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഓവർപ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിന് മുമ്പേ പറഞ്ഞ 3 റീസൺസുകളാണ് ഉള്ളത്. അതോടൊപ്പം വേറൊരു ആംഗിളും കൂടി ഇതിനുള്ളത്, ഗാവിൻ ന്യൂസം കാലിഫോർണിയയുടെ ഗവർണർ ഒരു ഫ്രണ്ട് റണ്ണറാണ് അടുത്ത 2028 പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആംഗിളും ചിലപ്പോൾ ഇതിനെ കണ്ടേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ സംഭവങ്ങൾ മൊത്തം തുടങ്ങിയത് LAയിലെ അവിടെയുള്ള പാരാമൗണ്ട് എന്നുള്ളൊരു ഏരിയയിലെ ഹോം ഡിപ്പോയിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം കൂടി ഞാൻ പറയാം. അമേരിക്കയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് പലപ്പോഴും ജോലി അന്വേഷിച്ച് അല്ലെ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഹോം ഡിപ്പോ. ഹോം ഡിപ്പോയുടെ പാർക്കിംഗ് ലോട്ട് അല്ലെ അതിനോട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ജംഗ്ഷനിലായിരിക്കും ഇവർ കൂട്ടത്തോടെ 50, 100, 150 പേരായിട്ട് നിൽക്കുന്നത്. സാധാരണഗതിയിൽ അവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവർ ഒരു നോർമൽ പ്രോസസ്സായിട്ട് മോർണിംഗിൽ വന്ന ആൾക്കാർ ഹയർ ചെയ്തുകൊണ്ട് പോകും, വൈകുന്നേരം അവരെ ഇറക്കി വിടും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ഡേ ലേബർ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രയോഗത്തിൽ അങ്ങനെയുള്ള ഏരിയകളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഐസിന്റെയും അല്ലെങ്കിൽ ഇവിടെയുള്ള എന്താ പറഞ്ഞ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ റെയ്ഡുകൾ നടത്തുകയും അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂ ഡെലിജൻസ് ഇല്ലാണ്ട് ഡിപ്പോർട്ട് ചെയ്യുന്ന ഒരു സീനറിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഇത്. വേറൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പറഞ്ഞ ഏരിയയിൽ 80% ഹിസ്പാനിക്സ് അല്ലെങ്കിൽ മെക്സിക്കൻ അമേരിക്കൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രസക്തി അവരുടെ കൂടെയുള്ള അല്ലെ അവർക്ക് അറിയാവുന്ന ആൾക്കാരെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അമർഷവും രോഷവുമാണ് അവർ പ്രതിഷേധത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. അത് നല്ലതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അത്തരം അമർഷം എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഡേറ്റകളൊക്കെ പ്രകാരം ഏതാണ്ട് 239 പേരെയാണ് കഴിഞ്ഞ ഒരു മാസം
ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ എന്നതിൻ്റെ പേരിൽ പിടികൂടിയിട്ടുള്ളത് എന്നതാണ്. പക്ഷേ ട്രംപ് ആവശ്യപ്പെടുന്നത് ഒരു ദിവസം ചുരുങ്ങിയത് 3000 പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യണം. ആ നിലയിൽ ഉള്ള നിർദ്ദേശം ആണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിനേഷ്, അതിനകത്തുള്ളൊരു ടെക്നിക്കൽ പ്രോബ്ലം അല്ലെ ഒരു ലീഗൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇല്ലീഗൽ ആയിട്ട് ഏതെങ്കിലും ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ ചിലർ വിസ എക്സ്പയർ ആയിട്ട് വന്ന ആൾക്കാരാണ്, ചിലർ അസൈലം ഫയൽ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇല്ലീഗൽ ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഏത് കാറ്റഗറിയിലാണെങ്കിലും അവർക്ക് ഒരു ലീഗൽ ഡ്യൂ ഡെലിജൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. എന്നാൽ പ്രാക്ടിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ്സ് ഭരിച്ചിരുന്ന സമയങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കുടിയേറിയത് ഇങ്ങോട്ട് ഇല്ലീഗലി വരുന്നത്. അപ്പം ഇത്രയും ആൾക്കാരെ ലീഗലി പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വരുവാണെങ്കിൽ അതിന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് വേസ്റ്റും അതോടൊപ്പം തന്നെ അതിന് ഒത്തിരിയേറെ വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ അതിന്റെ പുറകെ നടന്നാൽ മാത്രമേ ആ ഡ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ എന്നുള്ളതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോക്രാറ്റ്സ് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഡ്യൂ പ്രോസസ്സ് നടത്താതെ നമ്മൾക്ക് ഇങ്ങനെ അവരെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെന്റ്. രണ്ട് ആർഗ്യുമെന്റ് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു പരിധിവരെ കാര്യമുണ്ട്. എങ്ങനെയാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെയൊക്കെ മാനുഷികപരമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മേ ബി യെസ്. എന്നാൽ അമേരിക്കയ്ക്ക് അല്ലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ വളരെ അതായത് താങ്കൾ ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 99% ഇത്തരത്തിൽ, അതായത് താങ്കൾ ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചത് ഈ നാഷണൽ ഗാർഡിനെ അവിടെ ഇറക്കേണ്ട തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അവിടെ ശ്രീ സജിമോൻ ആന്റണി താങ്കൾ പറഞ്ഞത് അങ്ങനെ ഒരു നരേഷൻ ലോകത്ത് നടക്കുന്നു, എന്നാൽ അതല്ല അവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നരേഷനിലേക്ക് എത്തിച്ചത് ട്രംപാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞു വെക്കേണ്ടി വരുന്നത്? ട്രംപ് അഡ്മിനിസ്ട്രേഷന് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്. അപ്പൊ ഞാൻ വേറൊരു സിനറിയും കൂടെ പറയാം. ഇത് കൈവിട്ട് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വരും, എന്തുകൊണ്ട് നാഷണൽ ഗാർഡിനെ ഇറക്കിയില്ല, എന്തുകൊണ്ട് തടഞ്ഞു. ഇപ്പൊ ഇവിടെ വരുന്നത് ഒരു ടെക്നിക്കൽ ഒരു ഫോൾട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. കാരണം ഗവർണറുമായിട്ട് ആ ഒരു സംസ്ഥാനത്തെ ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ ഉത്തരവിറക്കി എന്നുള്ളതാണ്. അദ്ദേഹവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇറക്കുകയായിരുന്നെങ്കിൽ മേ ബി ഇതിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത് 2000 നാഷണൽ ഗാർഡുകളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 300 പേരെ വിന്യസിച്ചിട്ടുള്ളൂ. അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെന്റിന്റെ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അത് കവർ ചെയ്യുക, ഫെഡറൽ ബിൽഡിങ്ങുകൾ കവർ ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്ട്രീറ്റിലെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും അതിന്റെ റെസ്പോൺസിബിലിറ്റി പ്രൈമറിലി ഇപ്പോഴും ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് പോലീസിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് വാഗ്വാദമാണ് അവർ അതിന് മറുപടിയായിട്ട് പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ